ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുള. അപ്പം ഞാൻ ഒരുപാട് ദിവസം കൊണ്ട് വിചാരിക്കുന്നതാണ്, എന്താ പറയുന്നത്, എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് എടുക്കാം. ആക്ച്വലി എനിക്ക് പനിയായിട്ട് കഫക്കെട്ടൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു 2 ദിവസം ഞാൻ തല നനച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് രാവിലെ എഴുന്നേറ്റാണ് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ കുളിച്ചു. ആക്ച്വലി ഞാൻ ബ്രഷ് പോലും ചെയ്തിട്ടില്ല, കാരണം രാവിലെ എഴുന്നേറ്റ് ഞാൻ കുളിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത് ഓക്കെ ഇന്നലെ ഞാൻ വിചാരിച്ച് വെച്ചിരുന്നല്ലോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്നുള്ളത്. അപ്പം നമുക്കിന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണാം. അപ്പം ആക്ച്വലി എനിക്ക് 10 മണിക്കാണ് ഓഫീസിൽ പോകേണ്ടത്. അപ്പം രാവിലെ ഉച്ചയ്ക്ക് ഞാനാണ് കേട്ടോ ഇവിടുന്ന് ഫുഡൊക്കെ കൊണ്ടുപോകുന്നത്. രാവിലെ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം രാവിലെ ഫുഡ് ഞാനാണ് കൊണ്ടുപോകുന്നത്. രാവിലെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ ബ്രഷൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് പതിയെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് ലേറ്റാണ്, എന്നാലും ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ണടയുടെ മുമ്പിൽ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ. മാവൊക്കെ ഞാൻ ആക്ച്വലി ഇന്നലെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ ദോശ ഉണ്ടാക്കിയാൽ മാത്രം മതി. പിന്നെ എന്തെങ്കിലും തോരനും കൂടെ ഉണ്ടാക്കണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ദോശ ചുടാം. ആക്ച്വലി ഇത് ദോശ ചുടുന്ന തവയൊന്നും അല്ല കേട്ടോ. ഇവിടെ ദോശ ചുടുന്ന തവയ്ക്കകത്ത് ഞാൻ ചുട്ട് കഴിഞ്ഞാൽ എനിക്കിന്ന് ദോശ പോലും കിട്ടില്ല. അത് എന്തോ പന്നലായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പം ഇതിനകത്ത് ദോശ ചുടണത്. ഓക്കെ, ഒരു വിധത്തിൽ തട്ടിക്കൂട്ടിയൊരു ദോശ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തോരൻ അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാം സെറ്റാക്കാം. ഓക്കെ, തേങ്ങ ചിരുവുക എന്നുള്ളതൊരു ഭയങ്കര വലിയ ടാസ്ക്കാണ്, കാരണം ഇവിടെ ചിരവില്ല. അപ്പം ഇങ്ങനെ ഒരു ചെറിയൊരു സാധനമുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ എത്ര വട്ടം ആക്കിയാലാണ് ഇച്ചിരി തേങ്ങ കിട്ടുകയല്ലേ. അപ്പം അതൊക്കെ ചെയ്തിട്ടാണ് ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആക്ച്വലി ആ തേങ്ങ എടുത്തത്. അപ്പം ദോശയും തോരനും അതിൻ്റെ കറിയും, ആ ദോശയ്ക്ക് എന്താ മൊരമായിരിക്കും, എന്താ ടേസ്റ്റാണ്. ഞാനൊരു കുക്കിംഗ് കലാവിരുത് തന്നെ അല്ലേ. അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് കൊണ്ടുപോകാനുള്ള ചോറും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആക്ച്വലി ഇപ്പം 9:40 ആയിട്ടുണ്ട് സമയം. എനിക്ക് 10 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അപ്പം താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പം എന്നാൽ ഞാൻ പറയാൻ വന്നത്, ഓക്കെ ഞാൻ റെഡി ആവാൻ കുറച്ച് താമസിച്ചു പോയി. അത് മാത്രമല്ല വീട്ടിൽ കുറച്ച് നേരം വിളിച്ച് സംസാരിച്ചു. അങ്ങനെ അപ്പം ഞാൻ വീട്ടിൽ ഒന്നുകൂടെ വിളിച്ചിട്ട് ഞാൻ ഇറങ്ങാൻ പോവാണ്. പിന്നെന്താണ് വേറൊന്നുമില്ല. എനിക്ക് ഇടയ്ക്കൊന്നും ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല, കാരണം ജോലിയുണ്ട്. അപ്പം മാക്സിമം ഞാൻ പറ്റാവുന്നതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ നോക്കാം. അറ്റ്ലീസ്റ്റ് വീഡിയോ എടുക്കാനെങ്കിലും ശ്രമിക്കാം, പിന്നീട് വോയിസ് ഓവർ ചെയ്യാറ്. അപ്പം ഓഫീസിൽ വന്നിരുന്നാൽ പിന്നെ സമയം പോകുന്നത് അറിയില്ല. ആക്ച്വലി ഞാൻ ഈ ഫോൺ വെച്ച് ഇതൊന്ന് ഷൂട്ട് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചായയും എന്തെങ്കിലും കഴിക്കാൻ പോകണം. അങ്ങനെ ഞാൻ ക്യാൻറ്റീനിൽ പോയൊരു ചായയും, അപ്പം എനിക്ക് ഈ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് ഒരെണ്ണം മേടിച്ച് അവിടെ ഇരുന്ന് പട്ടിശവയൊക്കെ കാണിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പം ആക്ച്വലി എൻ്റെ ഫാമിലിയിൽ ഒരാളുടെ കല്യാണമായിരുന്നു ഈ അടുത്ത സമയത്ത്. അപ്പം ഞാൻ ലേറ്റ് നൈറ്റാണ്, ഞാൻ കല്യാണത്തിൻ്റെ തലേന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ലൈക്ക് ഞാൻ മൈലാഞ്ചി ഒന്നും ഇട്ടില്ല എന്നുള്ള കാര്യം. അപ്പം മൈലാഞ്ചി ഇല്ല, ഒന്നുമില്ല. രാത്രി കടയെല്ലാം അടച്ചു, അങ്ങനെ ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പം എന്നെ തൊട്ടപ്പുറത്തുള്ള കസിനുണ്ട്. അപ്പം അവിടെ ഇന്ന് രാത്രി മൈലാഞ്ചി മേടിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ആകെ ടയേർഡായിട്ടിരിക്കുകയാണ്. അപ്പം വേറെ ഡിസൈനൊന്നുമില്ല. ആകെ എനിക്ക് എന്തെങ്കിലും ഇട്ടെന്നും ആവണം, എന്നാൽ ഇട്ടില്ലെന്നും പറയരുത് എന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചു വെച്ച കോപ്രായമാണ് നിങ്ങളെൻ്റെ ഈ 2 കയ്യിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇട്ടപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇട്ട് കഴിഞ്ഞപ്പം ആരേണ്ടൊക്കെ വന്ന് ചോദിച്ചു, ലൈക്ക് ഏസ്തെറ്റിക്ക് പിടിച്ചതാണോ, ഏസ്തെറ്റിക് മെഹന്തിയാണോ, ഈശ്വര. ഇനിയിപ്പം പാളിപ്പോയതായതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാമല്ലേ.
പിന്നെ അത് കഴിഞ്ഞ് നേരെ ഓഫീസിൽ പോയിരുന്നു. അപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിൽ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല. അപ്പം ഉച്ച കഴിഞ്ഞിട്ട് മോസ്റ്റ്ലി ഫ്രീ ടൈം ആയിരിക്കും. അപ്പം ഞാൻ BTSൻ്റെ കുറേ ബലൂണൊക്കെ പൊട്ടിച്ച് കളിച്ചു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആക്ച്വലി ഞാൻ മറന്നുപോയി. പിന്നെ വൈകിട്ടാണ് ഓർത്തത്. ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന വീട്. ക്രിസ്മസ് ആയതുകൊണ്ട് നല്ലോണം ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ ഇന്ന് കുറച്ച് നേരത്തെയാണ് ഞാൻ പക്ഷേ ഇവിടെ നേരത്തെ ഇരുട്ടും, അതാണ് പ്രശ്നം. അപ്പം ഹലോ, അപ്പം വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പം ഇനി എനിക്ക് കുറച്ചൊന്ന് ഫ്രഷായിട്ട് രാത്രിയിൽ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കണം. അപ്പം കാണാം. രാത്രിയിൽ കഴിക്കാൻ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ദോശയും തക്കാളി ചമ്മന്തിയും. അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഡേയ്സ് അറ്റ് മൊറിസാക്കി ബുക്ക് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇത് ജാപ്പനീസ് ആയിട്ടുള്ള ബുക്കാണ്. ഞാൻ വായിക്കുന്നതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെയും നമുക്ക് പിന്നെയും കാണാം. അപ്പം ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.